നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പ്രകൃതിയിൽ ഉണ്ടാകുന്ന നിമിത്തങ്ങളാണ്. നമ്മൾ പലരും ശ്രദ്ധിക്കപ്പോകാതെ കിടക്കുന്ന വിഷയങ്ങൾ, നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ. ഒരു പ്രകൃതി ദുരന്തം വരുന്നതിന് മുമ്പ് പ്രകൃതി നമുക്കൊരു മുന്നറിയിപ്പ് തരും. ഈ മുന്നറിയിപ്പ് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. ആ മുന്നറിയിപ്പ് തരുന്നത് പക്ഷികളുടെയും മൃഗാദികളിലും കൂടെയൊക്കെയാണ്. പ്രകൃതിയുടെ നാശങ്ങൾ ആദ്യം അറിയുന്നത് ഉരഗങ്ങളാണ്, അതായത് സർപ്പങ്ങളാണ്. ആ സർപ്പങ്ങളും നാഗങ്ങളും നമ്മളെ അറിയിക്കാൻ വരുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഉന്മൂലനാശം ചെയ്യുകയോ ചെയ്യും. അതുകൊണ്ട് നമുക്ക് നാഗങ്ങൾക്ക് ആദ്യം കിട്ടുന്ന അറിവ് നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നു. പക്ഷേ ഇവിടെ പക്ഷികളിലൂടെയും മൃഗാദികളിലൂടെയും വരുന്ന അപശബ്ദങ്ങൾ, ബഹളങ്ങൾ, ഇത് മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, പ്രകൃതി രോക്ഷമായിരിക്കും വരുന്നതാണ്. അതുകൊണ്ട് ആ രോക്ഷത്തെ നിങ്ങൾ തടയാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന മുൻകൂർ അറിവുകളാണ്. ഇത് മനസ്സിലാകാതെ പോകുന്ന മനുഷ്യനല്ലേ ശരിക്കും വിഡ്ഢികളെന്ന് പറയാം. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണവും മൃഗസംരക്ഷണവും പക്ഷിമൃഗാദികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് മനസ്സിലാക്കി ഓരോരുത്തരും അവരവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ പ്രകൃതി സംരക്ഷണം ചെയ്യണമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.